Hi guys, welcome back to Betty Vlogs. ഇന്നത്തെ വീഡിയോ വിൽ ബി എ വെരി കാഷ്വൽ വീഡിയോ. ഞാനൊരു പ്രഗ്നൻസി സ്ട്രെച്ച് മാർക്സ് എങ്ങനെ റിമൂവ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ വരാതിരിക്കാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിരുന്നത്. പക്ഷെ അതൊരു ഒരു മിനിറ്റ് പോലും പറയാനില്ല അതിൻ്റെ ഒരു ടിപ്പ് ഞാൻ ഫോളോ ചെയ്തത്. അപ്പോൾ അത് ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം. സോ അത് പ്രത്യേകിച്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഐ തോട്ട് ഐ വിൽ ബി ഷെയറിങ് സം റാൻഡം ഈവനിങ് റുട്ടീൻ ഇൻ ദിസ് വ്ലോഗ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനു മുന്നേ ഇഫ് യു ക്യാൻ സീ രണ്ട് താലിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. വേറെ ഒന്നുമല്ല, നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സെറാക്കി ജുവൽസ് എന്ന് പറഞ്ഞ ഒരു പേജിൻ്റെ പരസ്യം എനിക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ 2 മംഗൾസൂത്ര ഫോർ 799. അപ്പോൾ നിങ്ങൾ നോക്കി നോക്കൂ കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ അത് വാങ്ങിക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഗിവ പോലെയുള്ള വലിയ ബ്രാൻഡ്സിൻ്റെ തന്നെ മാലകൾ വാങ്ങിയിട്ട് ഫസ്റ്റ് യൂസിൽ തന്നെ അതിൻ്റെ കളർ പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ ഒരു ധൈര്യമില്ല, അങ്ങനെ ഞാൻ വാങ്ങിയില്ല. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ആമസോണിൽ നിന്ന് ഒരെണ്ണം ഒപ്പിച്ചു. ജസ്റ്റ് കൊതി തീരുന്നവരെ ഇട്ടിട്ട് ഞാൻ മാറ്റിക്കളയും. ഇതിൻ്റെയും ആൻറ്റി ടാർണിഷ് ഒന്നും അല്ല കേട്ടോ, കളർ പോകുന്നുണ്ട്, പക്ഷെ അത് അറിയില്ല. ഇൻ ബിറ്റ്വീൻ ആയതുകൊണ്ട് ചെറിയ കൊളുത്തുകളായതുകൊണ്ട് കളർ പോയാൽ അങ്ങനെ അറിയില്ല. മേജർ ബ്ലാക്ക് ആണല്ലോ. ഇതൊക്കെ തന്നെ ഇവിടെ പറയുന്നത്. എന്തായാലും കുറച്ച് ഗേൾസ് കാണുന്നുണ്ടാവും, കുറേ ഗേൾസിനൊക്കെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, അതുകൊണ്ട് പറയാം. അപ്പോൾ പേജിൻ്റെ പേര് സെറാക്കി ജുവൽസ്. യൂഷ്വലി ഞാൻ ഉച്ചയ്ക്കാണ് തുണി മടക്കാറൊക്കെ ഉള്ളത്. ഇപ്പോൾ വൈകുന്നേരമായി ഇനി ഞാൻ വളരെ വേണ്ടപ്പെട്ട ഒരു ടിപ്പ് പറയാം, ആർക്കെങ്കിലും ഭാവിയിൽ ആവശ്യം വന്നാലോ. ഈ ബേബീസിന് നമ്മൾ ഇങ്ങനത്തെ ഡ്രസ്സ് വാങ്ങിക്കില്ലേ, ഇത് മറ്റേ റോംബേഴ്സ് എന്നും ജംപ് സൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഡ്രസ്സ് വാങ്ങിക്കില്ലേ, അത് വാങ്ങിക്കുന്നത് മാക്സിമം കുട്ടി ജനിച്ചിട്ട് കൊച്ചിനെ കൊണ്ടുപോയി വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഒരു സൈസ് ലാർജറായിട്ട് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു പണി പറ്റി, ബേബി വരുന്നതിന് മുന്നേ അങ്ങനത്തെ ഒരു 4-5 വാങ്ങി നൈറ്റൊക്കെ ഇടാൻ സൗകര്യമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ ന്യൂ ബോൺ സൈസ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു പല കടയിലും പല ബ്രാൻഡ്സിലും പലതാണ് ന്യൂ ബോൺ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ ബട്ടൺസ്, നടുക്കുള്ള ബട്ടൺസ് നമുക്ക് ഇടാൻ പറ്റില്ല. അങ്ങനെ അത് വേസ്റ്റ് ആവും, പുറത്തേക്കൊന്നും അങ്ങനെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റാത്ത രീതിയിലാവും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വിത്ത് ഷൂസ് സോക്സും കൂടി വരുന്ന ടൈപ്പ് ഉണ്ട്. അങ്ങനത്തെ ഒരിക്കലും വാങ്ങിക്കാതിരിക്കുന്നത് നല്ലത്. കാരണം അത് വാങ്ങിയാലും വേഗം ഗ്രോത്ത് ഉള്ളതുകൊണ്ട് നമുക്കത് യൂസ് ആവില്ല, പിന്നെ അത് വെട്ടിക്കളയേണ്ടി വരും. സോ ഇങ്ങനത്തെ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കുട്ടിയുടെ കാല് വലുതായാലും ഇതിൻ്റെ പുറത്തേക്ക് നിന്നോളും. പിന്നെ ഈ ലെങ്ത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത്ത് സൂക്ഷിച്ചില്ലെങ്കിൽ നല്ല പണി കിട്ടും. ഇപ്പം നമ്മൾ വാങ്ങിയ ഡ്രസ്സ് തന്നെ മാക്സിമം 1-2 തവണ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഫുൾ ഫോമിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ വെച്ചാൽ എല്ലാം അര ഭാഗത്തുനിന്ന് വെട്ടിക്കളയേണ്ടി വന്നു. ഉറങ്ങിയോ അങ്കിൾ? ഉറങ്ങിയോ എവിടെ? നമ്മൾ മടക്കി കൊണ്ടുവന്ന ഡ്രസ്സുകളൊക്കെ ഇനി അതിൻ്റേതായിട്ടുള്ള സ്ഥാനങ്ങളിൽ വെക്കാം. അതിനു മുന്നേ എൻ്റെ പഴയ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഡ്രസ്സ് കണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഭയങ്കര ആഗ്രഹിച്ച് വാങ്ങിയൊരു ഡ്രസ്സായിരുന്നു. ഇതിൻ്റെ താഴോട്ട് പാൻസ് ഉണ്ട് കേട്ടോ, പക്ഷെ അത് ഒരു ടൈം പോലും എനിക്ക് യൂസ് ആക്കാൻ പറ്റിയില്ല. നമ്മുടെ ഇവിടുന്ന് മിഡിൽ വരെയുള്ള ലെങ്ത് എന്ന് വെച്ചാൽ ഭയങ്കര ചെറുതായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ വെട്ടിയിട്ട് ഒരു ടോപ്പ് പോലെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ദുബായിക്ക് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ലോങ് ഫോർമാറ്റ് വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടില്ല. അപ്പോൾ അത് ഈ അടുത്തെങ്ങാനും ഇടുമായിരിക്കും എന്നാണ് തോന്നുന്നത്. ആക്ച്വലി കേരളത്തിലെ എല്ലാവരും ഇപ്പോൾ ദുബായിലാണെങ്കിലും എല്ലാവരും ഓൾറെഡി ദുബായ് കണ്ടതാണെങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ദുബായ് പോയതും ദുബായ് കണ്ടതും ഒക്കെ. അപ്പോൾ അന്ന് എഡിറ്റിംഗ് ചെയ്യാൻ മടി കാരണം ഞാൻ അത് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ബട്ട് സൂൺ ഇറക്കുമായിരിക്കും വീഡിയോസൊക്കെ. അതും അത്ര ആക്റ്റീവായിട്ട് വ്ളോഗിങ് ഒന്നും ചെയ്തില്ല ലാസ്റ്റ് ടൈം, അതാണ് ഇത്ര ഡിലേ ആയത്. അപ്പം ഞാൻ ആദ്യമായി കണ്ട ദുബായ് ഡെഫിനറ്റ്ലി ഒരു വ്ളോഗായിട്ട് ഇതിനകത്ത് ഉണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നില്ല എല്ലാവർക്കും, യു ക്യാൻ ജസ്റ്റ് സ്കിപ്പ്. പക്ഷേ അത് എൻ്റെ ഒരു റെഫറൻസിനും കൂടി വേണ്ടി ഇടുന്നതായിരിക്കും. ഈയിടെയായിട്ട് വൈകുന്നേരങ്ങളിൽ ഒട്ടും മിസ് ചെയ്യാതെ ചെയ്യുന്ന സംഭവമാണ് ചായ ഇടൽ. ഞാൻ മോർണിംഗ് കോഫിയും വൈകുന്നേരം ചായയാണ് ഈ അടുത്തായിട്ട് ഇപ്പോൾ കുടിക്കുന്നത്.
എനിക്കിത് രണ്ടും ഇഷ്ടമാണെങ്കിലും പണ്ടൊക്കെ എന്ന് വെച്ചാൽ അങ്ങനെ നിർബന്ധം ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങനെ രാവിലെയും വൈകിട്ടും ചായ കുടിക്കണം, കാപ്പി കുടിക്കണം, അങ്ങനെ നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും കുടിക്കാൻ ആഗ്രഹം തോന്നിയാൽ കുടിക്കും. ഡെയിലി വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. പക്ഷേ ഈ എസ്പെഷ്യലി ഈ ഡെലിവറി, ഐ മീൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ജസ്റ്റേഷണൽ ഡയബറ്റീസ് വന്നല്ലോ. അപ്പോൾ പകുതി മുക്കാൽ സാധനങ്ങളും കഴിക്കാൻ പറ്റില്ല. ഈവനിങ് ഒരു ആശ്വാസം എന്ന് പറയുന്നത് ചായ കുടിക്കുന്നതായിരുന്നു. അത് ഞാൻ ചെറിയ ബ്രൗൺ ഷുഗറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുടിക്കും. അപ്പോൾ അതായിരുന്നു ഏക ആശ്വാസം. അങ്ങനെയാണ് ഞാൻ ചായ കുടിയിലേക്ക് പിന്നെ വരുന്നത്. അപ്പോൾ പണ്ട് മുതലേ ഇത് ഹാബിറ്റ് ഫോമിങ് ആവാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഇപ്പോൾ 2-3 ദിവസം കണ്ടിന്യൂസ് ചായയോ കാപ്പിയോ കുടിച്ചാൽ തന്നെ 4th ഡേ മുതൽ കുടിക്കില്ല. കാരണം അത് ഹാബിറ്റ് ആവുമെന്ന് എനിക്കറിയാമായിരുന്നു. പിന്നെ ഒരു കുറച്ച് ദിവസം ഗ്യാപ്പ് എടുത്തിട്ടാണ് പിന്നെയും കുടിക്കുന്നത്. അപ്പോൾ ഈ ജസ്റ്റേഷൻ ഡയബറ്റീസ് തുടങ്ങിയതിന് ശേഷമാണെന്ന് തോന്നുന്നു ഞാൻ സ്ഥിരമായിട്ട് ചായയും കാപ്പിയും കുടിക്കാൻ തുടങ്ങിയത്. കാരണം അത് കുടിച്ചാലേ ഒരു എനർജി കിട്ടുള്ളൂ, അങ്ങനത്തെയൊക്കെ ഒരു പ്രശ്നങ്ങളാണ് എനിക്ക്. ചിലർക്ക് ചായ കുടിച്ചില്ലെങ്കിൽ തലവേദനയൊക്കെ വരില്ല, പക്ഷെ എനിക്ക് ഇപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ എനർജി പോരാ, അങ്ങനത്തെ ഒരു ഫീലിങ്ങാണ്. അപ്പോൾ ചായ എന്ന് പറയുമ്പോൾ എനിക്ക് മെയിനായിട്ട് ഏലക്ക ഇട്ടത്, ഏലക്ക പ്ലസ് ജിഞ്ചർ ഇട്ടത്, അതൊക്കെയാണ് താല്പര്യം. അപ്പോൾ ഏലക്ക ഇടുമ്പോൾ ഞാൻ ചെയ്യുന്നത്, ഈ പാല് തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ കുറച്ച് ഏലക്ക അതിലിടും. ഇത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്ക കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇത് തേയില ഇടും. തേയില പൊങ്ങി തിളച്ചൊക്കെ വന്ന് കഴിയുമ്പോൾ ഇത്തിരിയും കൂടി ഏലക്ക ഇടും. അതാണ് മൈ വേ ഓഫ് മേക്കിംഗ് ഇലൈച്ചി ചായ. ചായ അത്യാവശ്യം ടേസ്റ്റ് ആയിട്ടൊക്കെ വരുമെങ്കിലും എനിക്കറിയാത്ത കാര്യം ഏത് ചായപ്പൊടിയാണ് കേരളത്തിൽ നല്ലതെന്നാണ്. സോ ആർക്കെങ്കിലും അത് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. എനിക്ക് എല്ലാത്തിനും ഒരു തൃപ്തി വരാറില്ല. ഉണ്ടാക്കുമ്പോൾ ചായ നന്നായിട്ട് വരുമെങ്കിലും ചായപ്പൊടി ഏതാ ബെസ്റ്റ് എന്നറിയില്ല. ഇതിപ്പോൾ എനിക്കൊന്ന് റെഡ് ലേബിളാണെന്ന് തോന്നുന്നു. എനിക്ക് ആകെ കൂടെ താജ്മഹൽ നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. വേറെ എനിക്ക് ചായപ്പൊടി അങ്ങനെ ജഡ്ജ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ആർക്കെങ്കിലും ബെസ്റ്റ് ചായപ്പൊടി ഏതാണെന്ന് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ. ഇത് പതഞ്ഞ് പൊങ്ങി പുറത്ത് വരുന്നതിന് മുന്നേ ഓഫ് ചെയ്യും. അതാണ് എൻ്റെ ഇഷ്ട വിനോദം. ഗൈസ്, പിന്നെ എൻ്റെ മമ്മി പറയാറുണ്ട് ചായ നല്ലോണം ആറ്റുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നതെന്ന്. അങ്ങനെ ഒരു ശാസ്ത്രം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യൂ ഗൈസ്. അപ്പോൾ അമ്പുമ്മയ്ക്കുള്ള ആറ്റിയ ചായ റെഡി ആയിട്ട്, ഇതാണ് എൻ്റെ ഈവനിങ് ചായ ആൻഡ് ബിസ്ക്കറ്റ്. അപ്പോൾ ഗൈസ്, ഞാൻ ഈ ബ്രിട്ടാനിയ ബിസ്ക്കറ്റിൻ്റെ ഫാൻ ആയതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. ഉറഫിനറിയോ കഥ എന്താന്ന്? ഇല്ല. അപ്പൊ നമ്മൾ ഹോസ്റ്റൽ കാലഘട്ടത്തിൽ ഏറ്റവും ചീപ്പും അഫോർഡബിൾ ഏറ്റവും ചീപ്പായിട്ടും എന്നാൽ എക്കണോമിക് ആയിട്ടും തോന്നിയ ഒരു ബിസ്ക്കറ്റാണ് ഈ ബ്രിട്ടാനിയ മാരിഗോൾഡ് ഒക്കെ. കാരണം നമ്മൾ ചെറിയ എമൗണ്ടിന് തന്നെ കുറേ കിട്ടും. അപ്പോൾ അത് കുറേ ദിവസം ഉണ്ടാവും. അപ്പോൾ ആ സമയം മുതൽ ഞാൻ ഈ ഇതുപോലത്തെ ബ്രിട്ടാനിയ ബിസ്ക്കറ്റിന്റെ ഫാനാണ്. ഇനി മറക്കുമോ പ്രഫു? അങ്ങനെ നമ്മുടെ ഈവനിങ് വ്ളോഗിൻ്റെ ലാസ്റ്റ് പോർഷനിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ രാവിലെ വിളിച്ച തുണികളൊക്കെ എടുക്കാൻ വേണ്ടി എത്തിയതാണ്. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ പ്രഗ്നൻസിയിൽ വരുന്ന സ്ട്രെച്ച് മാർക്സ് എല്ലാവർക്കും ഒരു കൺസേൺ ആണ് അല്ലേ. അപ്പോൾ എനിക്ക് ഡെലിവറിക്ക് ശേഷം ഒരു സ്ട്രെച്ച് മാർക്ക് പോലും വന്നില്ല. ആൻഡ് ഐ ബിലീവ് ചിലപ്പോൾ ഞാൻ ഫോളോ ചെയ്ത ഈ 2 കാര്യങ്ങൾ കൊണ്ടായിരിക്കും അങ്ങനെ വന്നതെന്ന്. അപ്പോൾ ഓരോരുത്തരുടെ ബോഡി ഡിഫറെൻ്റ് ആണ്, നമ്മുടെ സ്ട്രെച്ചിങ്ങും വയറും വെക്കുന്നതും ഒക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇത് വർക്കാവണമെന്നില്ല, ബട്ട് ചിലപ്പോൾ വർക്കായേക്കാം. ഞാൻ ഫോളോ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ഒരു 4 to 5 months ഒക്കെ ആയപ്പോൾ മുതൽ ആഴ്ചയിൽ ഒരു 2-3 തവണ ധന്വന്തരം കുഴമ്പ് ലൈറ്റായിട്ട് ഹീറ്റ് ചെയ്ത് വയറിലും ബോഡിയിലും അപ്ലൈ ചെയ്യുമായിരുന്നു. എന്നിട്ടാണ് കുളിച്ചുകൊണ്ടിരുന്നത് ആഫ്റ്റർ 20 minutes. അതുപോലെ കുളി കഴിഞ്ഞ് വരുമ്പോൾ എപ്പോഴും മോർണിംഗ് ആണെങ്കിലും ഈവനിങ് ആണെങ്കിലും മോയ്സ്ചറൈസ് ചെയ്യും വയറ്. അവീനോയുടെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ മെയിനായിട്ട് മോയ്സ്ചറൈസിങ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ടിപ്പ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തത് ഈ എണ്ണയും അവീനോയുടെ മോയ്സ്ചറൈസറുമാണ്. അത് യൂസ് ചെയ്തത് കൊണ്ട് എല്ലാവർക്കും സ്ട്രെച്ച് മാർക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല, ബട്ട് യു ക്യാൻ ജസ്റ്റ് ട്രൈ.
അപ്പോൾ സ്ട്രെച്ച് മാർക്ക് വന്നതെന്ന് വെച്ചാൽ അത് മോശമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇങ്ങനെ ഒരു ജേണിയിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ബോഡിയിൽ വരും. അപ്പോൾ അതിനെയൊക്കെ ഹാപ്പിലി എംബ്രേസ് ചെയ്യാൻ പഠിക്കണം നമ്മൾ. പക്ഷേ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വരാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നതുകൊണ്ടും തെറ്റില്ല. അതുകൊണ്ടാണ് ഈ ടിപ്സ് പറഞ്ഞു തന്നത്. അപ്പോൾ എനിവേസ് ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ സ്ട്രെച്ച് മാർക്കിൻ്റെ മാത്രം ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ അത് 1 മിനിറ്റിൽ അങ്ങ് തീർന്നു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ആൻഡ് ഓൾസോ നമ്മുടെ ലോങ് വീഡിയോസ് മോസ്റ്റ്ലി ഓൺ വെനസ്ഡേയ്സ് ആൻഡ് വീക്ക് ഡേയ്സ്, സാറ്റർഡേ ഓർ സൺഡേയ്സിലായിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്വിക്കായിട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.